ശരിക്കും ഒരു നഷ്ടം തന്നെയാണ് ഷെവർലെ പോയത്. ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായും നമ്മുടെ കയ്യിലുള്ള ഒരു ഫോർച്യൂണറായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വന്ന വണ്ടിയാണ്. എക്സ്ചേഞ്ച് വന്നതാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2009 പേപ്പറൊക്കെ റിന്യൂ ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ. അപ്പോൾ കിലോമീറ്ററും അന്നും വളരെ ചെറിയ കിലോമീറ്റർ, അന്ന് 27,000 ഇപ്പം 30,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. XT മാനുവൽ, അന്നത്തെ ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടിയ വണ്ടി. സീറ്റ് വരുന്നത്. അതെ. ഓക്കെ. എന്താ പറയാ, അന്ന് വീഡിയോയിൽ തന്നെ ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. എനിക്ക് പേഴ്സണലി കോളും വന്നിട്ടുണ്ട്. അടുത്തതും പ്രീമിയം തന്നെ BMW 320D. നമ്മൾ GLA കൊണ്ട് പറഞ്ഞ പോലെ തന്നെ BM ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. അതേപോലെ തന്നെ മെയിൻ്റനൻസ് അതിനകത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ. ഏറ്റവും ടോപ്പ് എൻഡ് സോണറ്റാണ്, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം, അനസ് ഭായ് സ്വാഗതം. കുറച്ച് ഗ്യാപ്പ് വന്നു. TG7 നമ്മളുള്ളത് കൊടുങ്ങല്ലൂർ. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു 3-4 വീഡിയോസ് ചെയ്തു. അതെ. അടിപൊളി വണ്ടികൾ, അതായത് ബഡ്ജറ്റ് സെഗ്മെന്റ് തൊട്ട് ലക്ഷറി വരെ ലഭിക്കുന്ന ഒരു ഷോറൂമാണിത്. ഓക്കെ. കൂടുതലും മിഡ് സെഗ്മെന്റ് വണ്ടികൾ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. മാക്സിമം പ്രൈസും കോംപ്രമൈസ് ചെയ്ത് തന്നെ കൊടുക്കാനാണ് ഉദ്ദേശം. പ്രൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെയുള്ള വീഡിയോസ് എടുത്തു നോക്കിയോ, നല്ല മാന്യമായ റേറ്റ് തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അല്ലേ. അതെ അതെ. ഇന്നത്തെ നമ്മൾ പുതിയ വിലയും എല്ലാം കൂടി പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ വീഡിയോസും ചെയ്യുന്ന പോലെ തന്നെ. കറക്റ്റ് ലൊക്കേഷൻ എവിടെയത്? കൊടുങ്ങല്ലൂരാണ്. ഇതിന്റെ കുറച്ച് നമ്മുടെ ഹൈവേയുടെ പാരൽ റോട്ടിൽ തന്നെയാണ്. ആ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും ഉണ്ടാവും ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ. ഹൈവേയുടെ പാരലായിട്ട് തന്നെ, പക്ഷെ കുറച്ചുള്ളോട്ടേക്ക് കാണും അല്ലേ. എന്നാലും അധികം ഇല്ല, ശരി, വളരെ കുറച്ചുള്ളൂ. ഓക്കെ. വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഓക്കെ. പ്രൈസ് എന്തായാലും പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. എന്തായാലും നമുക്ക് സ്റ്റോക്ക് പ്രൈസ് ഇപ്പൊ ഇതിൽ നമ്മൾ പറയണ നോക്കണ്ട. കസ്റ്റമർ വിളിച്ചാൽ നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കാം. കാരണം പല പ്ലാറ്റ്ഫോമിലും നമ്മൾ മാർക്കറ്റ് ചെയ്യണതിന്റെ പേരിൽ ഇനി ഇവിടെ വില കുറച്ച് പറഞ്ഞാൽ അവർക്കൊരു, അപ്പൊ പ്രൈസ് നോക്കണ്ട. കസ്റ്റമർ വിളിച്ച് നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം ഉറപ്പായിട്ടും. ഓക്കെ. എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. XUV 700 2 ഇവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ ഫ്രെയിം കാണുന്നുണ്ടാവില്ല. അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. ഇങ്ങോട്ടേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നല്ല മഴ വരാൻ പോവാണ്, പെട്ടെന്ന് നല്ലൊരു സൂചന ആവട്ടെ. എന്തായാലും 2 700 ഇവിടെ ഉണ്ട്. അതെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ തന്നെ തുടങ്ങാം. KL 47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ആദ്യം. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ഇത് ഏറ്റവും കൂടിയ വണ്ടിയാണ്. ലക്ഷറി X7L. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 24,000 കിലോമീറ്റർ ഓടിയതാണ്. സിംഗിൾ ഓണറാണ് വണ്ടി. പിന്നെ 1 വർഷം കൂടിയും വാറണ്ടി ബാക്കിയുണ്ട്. കറക്റ്റ് കമ്പനി സർവീസാണ്. കമ്പനി രണ്ട് സർവീസ് വന്നിട്ടുള്ളൂ. 0 ക്ലെയിമാണ്. പുതിയ വണ്ടി 28,50,000 രൂപ ഇപ്പോഴത്തെ വില. ഇപ്പോഴത്തെ GST കഴിഞ്ഞിട്ട് 28.5 ലക്ഷമാണ് പുതിയ വണ്ടിക്ക് വരുന്നത്. അന്ന് ഏകദേശം ഒരു 30ന്റെ അടുത്ത് തന്നെ വരുന്ന വണ്ടിയാണ്. അന്ന് അത്രയുണ്ട്. ഓക്കെ. പ്രൈസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചോദിക്കണത് 20,000 നമുക്കൊരു 20 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ വെച്ചേക്കുന്നത്. പിന്നെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ലോണും ഏകദേശം ഒരു 18 ലക്ഷം രൂപ വളരെ ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ കിട്ടും നമുക്ക്. 20 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. അപ്പം തന്നെ ഏകദേശം 8.5 ലക്ഷം രൂപയുടെ മാറ്റം വന്നു കഴിഞ്ഞു. AX7L ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വണ്ടി കൈവിട്ട് ഓടിക്കാം, വണ്ടി ഓടിച്ച് പോയിക്കോളും. അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, എടുത്ത് പറയാനൊന്നും തീരൂല. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ പറയുന്നില്ല, ലോണ് ഒരു 19 ലക്ഷം കിട്ടും. 18 ഉറപ്പായിട്ടും കിട്ടും. നല്ല കസ്റ്റമർ ഇപ്പോൾ ലോണൊക്കെ ചെയ്ത് ട്രാക്കുകളൊക്കെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ 100% ഫുള്ളും കയറും. ഓക്കെ. അപ്പോൾ പുതിയ വണ്ടി നോക്കേണ്ട എന്തായാലും ഒന്ന് പരിഗണിച്ചോ. കാരണം 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പുമാണ്. പിന്നെ വാറണ്ടിയിൽ നിൽക്കുകയാണ്, കമ്പനി വാറണ്ടി തന്നെയാണ്. ഓക്കെ. ഇതാ അടുത്ത 700. ഇതും കൊടുങ്ങല്ലൂരുകാരൻ തന്നെയാണ്. ഇതേത് AX5 ആണ്? ഇത് AX5 ആണ്. ഡീസൽ മാനുവലാണ്. ഡീസൽ മാനുവൽ 7 സീറ്ററും ആണ്. ഇതിൽ തന്നെ 5 സീറ്ററും വരുന്നുണ്ട്. പാനോരമിക് സൺറൂഫ് ഒക്കെ തന്നെയാണ് വരുന്നത്. വണ്ടി അതിലും കുറച്ച് കിലോമീറ്റർ കുറവാണ്. 16,000 കിലോമീറ്റർ ഓടി. മോഡൽ ഏതാ? 2023 ആണ്. 2023 അല്ലേ. ഓക്കെ. അത് 24 ഓടിയിരുന്നു, ഇത് 14 അല്ലേ. ഓക്കെ. 10,000 കുറവാണ്. ബാക്കി വാറണ്ടി കാര്യങ്ങളൊക്കെ സെയിം അതേപോലെ തന്നെ കിട്ടും. സർവീസ് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ എൻ്റെ സർവീസ് കഴിഞ്ഞിട്ട്. 20ന്റെ സർവീസ്. ഓക്കെ.
അപ്പോൾ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അഡാസും വരില്ല, അഡാസ് ഇല്ല. പിന്നെ ഇവര് എക്സ്ട്രാ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതും വളരെ ലോ കിലോമീറ്റർ ആണ്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ പിന്നെയും 10,000 കുറവാണ്. 0 ക്ലെയിം ആണ് വണ്ടി, ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 18,50 കൊടുക്കാം. 18.5 ലക്ഷത്തിന് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഇതിന് പുതിയ ഏകദേശം ഈ ഓപ്ഷൻ 23,50 ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ. 23,50 അല്ലേ ഏകദേശം വരുന്നത്. ഓക്കെ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കമൻസ് കണ്ടു, പുതിയ വണ്ടിയുടെ വില എന്തിനാണ് പറയുന്നത്. വീണ്ടും ഞാൻ പുതിയ വണ്ടീൻ്റെ വില മാത്രമല്ല അന്നത്തെ വില ഇന്നത്തെ വില എല്ലാം പറയാറുണ്ട്. ഓക്കെ. ഇതൊക്കെ പിന്നെ അത്ര മോഡൽ കൂടി ഒരു വ്യക്തത കിട്ടുമല്ലോ. അതെ, എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, അതുകൊണ്ടാണ് പുതിയ വണ്ടീനെ പറയുന്നത്. ഓക്കെ. ഇതിലും മാക്സിമം ലോൺ കയറുമല്ലേ? ഇതിന് ലോണൊക്കെ മാക്സിമം എന്തായാലും കിട്ടും. കസ്റ്റമറുടെ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈല് ഇതിന് മുന്നേ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 16-നും 17-ഒക്കെ എന്തായാലും കിട്ടണം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു പ്രീമിയം കാറ്റഗറിയാണ് മെർസിഡസ് ബെൻസ് GLA 200. അതെ. ഓക്കെ. 17-ലാണ് അതിന്റെ ഫേസ് ലിഫ്റ്റ് വന്നേക്കുന്നത്. ആ ഒരു സമയത്തുള്ള മോഡലാണ്. ഓക്കെ. 17 മോഡൽ. 17, 18 രജിസ്ട്രേഷൻ, പെരുമ്പാവൂർ രജിസ്ട്രേഷനാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ കേരള വണ്ടി തന്നെയാണ്. അതെ, ഒറിജിനൽ കേരളയാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ എക്സ്ചേഞ്ചിലൊക്കെ എടുക്കില്ല, അതർ സ്റ്റേറ്റ് വണ്ടിയൊക്കെ എടുക്കില്ല. ഓക്കെ. ബൈബാക്ക് ഉണ്ട് അല്ലേ? ബൈബാക്ക് ഉണ്ട്. അത് നമ്മൾ വഴി നമുക്കൊരു വണ്ടി പറയാം. ഓക്കെ. ഓക്കെ. ഇത് 17 മോഡൽ 18 രജിസ്ട്രേഷൻ. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് കുറച്ച് പ്രായമുള്ള ആൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ റോഡാണ്, ചെറിയൊരു വഴിയാണ്. അപ്പോൾ അതിന്റെ ഒരു റൈറ്റ് സൈഡ് ഡോറ് കമ്പനിയിൽ നിന്ന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അത് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ബാക്കിലത്തെ ഡോറ് മാത്രം ചെറിയ സ്ക്രാച്ച് വന്ന് റീപ്ലേസ് ചെയ്തു. അത് അവര് ഇറങ്ങിയ സമയത്ത് അതിന്റെ പേരിൽ അങ്ങനെ അത് റീപ്ലേസ് ചെയ്തു. വേറെ റീപ്ലേസ്മെന്റോ വേറെ പെയിന്റിംഗ് വർക്ക്സോ ഒന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് കോസ്റ്റിൽ അതിന് എല്ലാ സർവീസും കമ്പനി തന്നെ പോയിട്ടില്ല. ഞാൻ ഹിസ്റ്ററി ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? പ്രൈസ് നമ്മൾ 24.5 ലക്ഷം രൂപ കൊടുക്കും. 24,50,000 രൂപയ്ക്ക് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ 51,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വെൽ മെയിൻറ്റൈൻഡ് ഒരു GLA 200 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവല്ല. മൈലേജ് ആണ് അതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ. ഒരു 18 റേഞ്ചൊക്കെ എന്തായാലും കിട്ടും. നല്ല പ്രാക്ടിക്കൽ വണ്ടി, നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്ന ഒരു വണ്ടി, ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. അപ്പോൾ കാണാനും വണ്ടി ഒരു ക്യൂട്ട് ലുക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. ലോൺ മാക്സിമം കയറും എന്തായാലും അല്ലേ? അടുത്തതും പ്രീമിയം തന്നെ BMW 320D. നമ്മൾ GLA കൊണ്ട് പറഞ്ഞ പോലെ തന്നെ BML ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചാണ്. അതേപോലെ തന്നെ മെയിൻ്റനൻസ് അതിനകത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ? ഓക്കെ. ഇത് ആണ്. ഇത് HR26 ആണ്. 16 മോഡല്, 17 ഡെലിവറി രജിസ്ട്രേഷൻ വന്നിട്ടുള്ള കാറാണ്. 16 ഒരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ ടെയിൽ ലൈറ്റിലൊക്കെ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. അത് വന്നിട്ടുള്ള ഒരു കാറാണ്. ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 പ്രോപ്പർ സർവീസ്. അത് വീഡിയോ നമ്മൾ ഇന്റീരിയർ കാണിക്കുമ്പോൾ ജിതിൻ ഭായ് അതൊന്ന് കാണിക്കണം. ഞാൻ അതിന്റെ ഹിസ്റ്ററി അതിനകത്ത് ഉണ്ടല്ലോ, ഇതിനകത്ത് കാണിക്കുമല്ലോ. BMWന്റെ നമുക്ക് കാണാൻ പറ്റും. ജെന്യൂൻ ആയിട്ടുള്ള കിലോമീറ്റർ ആണ്, ജെന്യൂൻ ആണ്. അപ്പൊ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ ഉണ്ട്, ഓൾറെഡി PDF ആയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 16 മോഡൽ 17 രജിസ്ട്രേഷൻ. ലക്ഷറി ലൈൻ ആണ് അന്നത്തെ ഏറ്റവും കൂടിയ ഓപ്ഷൻ ആണ് അന്നത്തെ. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, വണ്ടി അധികവും അങ്ങനെ അലഞ്ഞു ഓടിയിട്ടില്ലാത്തൊരു വണ്ടിയാണ്. ഇതിനും അത്യാവശ്യം മൈലേജ് കിട്ടും. 18-20 റേഞ്ചിലെ ഏകദേശം മൈലേജ് കിട്ടും. സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയാണല്ലോ, ഭയങ്കര സ്റ്റൈലുള്ള വണ്ടി. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോ NOC-ലാണോ അതോ? ഇത് NOC-ലാണ്. എവിടെ എടുത്തിട്ടില്ല. NOC നമ്മൾ ആർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഒരു 15-20 ദിവസത്തിനുള്ളിൽ നമുക്ക് NOC അവൈലബിൾ ആണ്. ചിലപ്പോൾ 2-3 ദിവസം കൊണ്ടും കിട്ടാറുണ്ട്. ചില ടൈമിൽ ചെറിയ ഡിലേകൾ വരാറുണ്ട്. ഇതിപ്പോ എത്ര ചോദിക്കുന്നത്? എത്രയാണ്? ഇത് നമ്മൾ 14,50. 14,50,000 NOC പ്രൈസ് അല്ലേ? മാറണമെങ്കിൽ ഒരു 3.5 3.5 ലക്ഷം രൂപ, 4 ലക്ഷം രൂപയുടെ താഴെയായിട്ട് ടാക്സ് വരും. എന്നാലും കേരള രജിസ്ട്രേഷൻ വണ്ടി വെച്ച് നോക്കുമ്പോൾ എടുക്കുന്ന ഒരാൾക്ക് അവർക്കൊരു 4 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇങ്ങോട്ടേക്ക് രജിസ്ട്രേഷൻ ആയാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ, ലോൺ ചെയ്യാൻ പറ്റൂല? ഇല്ല, ലോൺ അതിന് മുന്നേ NOC തന്നെ ചെയ്യുന്നുണ്ട്. അടുത്തത് MG-യുടെ ഒരു ലക്ഷറി സെഗ്മെന്റ് വാഹനമാണ് അല്ലേ? ഒരു MG
ഗ്ലോസ്റ്റർ ഒരു പക്ക SUV KL 75 രജിസ്ട്രേഷൻ ആണ്. ട്രിപ്രയർ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് 2021 ആണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടി, വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ. ഓക്കെ. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. വണ്ടി എനിക്ക് തോന്നുന്നു പുതിയതിന് നല്ല വില ഉണ്ട്, ഏകദേശം 54 ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് മാർക്കറ്റൊക്കെ ഇതിനിടയിൽ ഒരു ഡിപ്പൊക്കെ വന്നതാണ്. പക്ഷെ നല്ല വണ്ടിയാണ്, നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ്, കാണാനും അതിഗംഭീര ലുക്കുള്ള വണ്ടിയാണ്. ആ ഡിപ്പിന് പല പല കാരണങ്ങൾ പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അത് നമ്മൾ നോക്കണ്ട, നമുക്ക് വണ്ടി ഓക്കെ ആണോ അത് മാത്രം നോക്കിയാൽ മതി അല്ലേ. ഓക്കെ. പലതരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നോളജി ഇതൊക്കെ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ പേഴ്സണലി ഓടിച്ച് നോക്കുക, നമ്മളെ ഡ്രൈവിന് ഓക്കെ ആണോ എല്ലാം നോക്കിയിട്ട് എടുക്കാം. 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി. 4 വീൽ ഡ്രൈവ് ആണ്. എല്ലാം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇതിന് കുറ്റം വന്നു അന്ന് കുറ്റം അതാണ്. ഓടിക്കാൻ അറിയാത്തോണ്ടാന്നും പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് യൂസിന് പറ്റും. നമ്മൾ പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഏത് വണ്ടിയും കമ്പനി കൊണ്ടുപോയി അവർ തൃപ്തിപ്പെട്ടിട്ട് എടുത്താൽ മതി. നമ്മുടെ കയ്യിൽ ഹിസ്റ്ററി ഉണ്ട് ഓൾറെഡി, എല്ലാ വണ്ടിയിലും ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ എന്നാലും കസ്റ്റമർ വന്ന് അവർ തൃപ്തിയോട് കൂടിയിട്ട് കമ്പനി കൊണ്ട് ഒരു ഉറപ്പ് വരുത്തിയതിനു ശേഷം എടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് 27,50 ചോദിക്കുന്നത്. പ്രൈസ് നമ്മൾ ഈ വണ്ടി ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ മാർക്കറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ടീം ടെക്കിൽ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ. 27.5 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അന്ന് തന്നെ ഏകദേശം 50 മുകളിൽ ഉണ്ടാവില്ല. വില നല്ല വില ഉണ്ട്. അന്ന് ഏകദേശം 50 ലക്ഷം രൂപയാണ്. ഇപ്പം പുതിയ വണ്ടിക്കാണ് ഇപ്പം 55 ലക്ഷം രൂപയുടെ. ഓക്കെ. അപ്പോൾ ഏകദേശം പാതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു അല്ലേ. പാതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതാണ്, കിലോമീറ്റർ വളരെ കുറഞ്ഞു ഓടിയിട്ടുള്ളൂ. ഡീസൽ അല്ലേ ഇത് വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. വാറണ്ടി ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അതായത് 3 ഇയർ ആണ് കൊടുത്തേക്കണത്. ഇപ്പോൾ ഒരു AC ചെറിയൊരു കൂള് കുറവ് വന്നപ്പോൾ അവരത് ചെയ്തു തന്നിട്ടുണ്ട്. വാറണ്ടി ഇന്ന് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഉണ്ടാവും നിലവിൽ. എന്തായാലും നോക്കാം അടുത്ത വണ്ടിയിലേക്ക്. ഹ്യുണ്ടായ് വെർണ KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. ഇപ്പോഴത്തെ മുന്നത്തെ ഷേപ്പാ? അതെ, തൊട്ട് മുന്നത്തല്ലേ അല്ല, ഇപ്പോഴത്തെ മുന്നത്തെ. ശേഷം ഒരു ഷേപ്പ് വന്ന് പിന്നെ ഇത് 2019 ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക്, SXO, സീറ്റ് വെന്റിലേഷൻ വരുന്ന, സൺറൂഫ് വരുന്ന ഏറ്റവും കൂടിയ വണ്ടി. ഏറ്റവും ടോപ്പിന്റെ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും സേഫ്റ്റി വൈസും എല്ലാം ഉണ്ട് അല്ലേ. അതെ. ഓക്കെ. ലോ കിലോമീറ്റർ 6 വർഷം കൊണ്ട് അല്ലേ. ഇതും പീരിയോഡിക് സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ്. എല്ലാ വണ്ടിയും ഞാൻ പറഞ്ഞില്ലേ, സർവീസ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരു വണ്ടിയില്ല. പിന്നെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? ഇതിന് 17.5 അങ്ങനെ എന്തോണെന്ന് തോന്നുന്നു അതിന്റെ റേറ്റ്. ഇത് ഹോണ്ട സിറ്റി ഇപ്പൊ വില പിന്നെയും കൂടി. ഇപ്പൊ 20 ലക്ഷം കൂടിയിട്ടുണ്ട്. ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഷേപ്പേ മാറി. ഇപ്പൊ മൊത്തത്തിൽ മാറി. നല്ല രസമായി, നല്ല ഭംഗിയായി. ഇതും ഹോണ്ട സിറ്റിയും അന്ന് ഏകദേശം ഒരേ റേറ്റിലാണ്. ഹോണ്ട സിറ്റി 18.5 ലക്ഷം രൂപയാണ് അന്നത്തെ വില. എനിക്ക് തോന്നുന്നു ചിലപ്പോ ആ ഒരു റേറ്റ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു സിറ്റിനേക്കാൾ കൂടുതൽ ഇനാന്ന് തോന്നുന്നു. ഡൗട്ട് ഉണ്ട്, അറിയില്ല. എന്തായാലും ആ ഒരു 18 റേഞ്ച് കണക്കായിരിക്കും. 18 ലക്ഷം അന്നുണ്ടായിരുന്നു. ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർ. ഓക്കെ. 2019 മോഡൽ SXO പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കൊടുക്കാം നമുക്ക്? 8,50,000 രൂപയ്ക്ക് കൊടുക്കാം. 8.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഇത്രയും അടിപൊളി ഒരു ഓട്ടോമാറ്റിക് പെർഫോമൻസ് ഇടാന്ന് പറയാം. സൂപ്പർ വണ്ടി അല്ലേ. ഓക്കെ. മൈലേജ് വൈസ് നോക്കരുത്. കംഫർട്ട് വണ്ടി യാത്രാസുഖം വളരെ കൂടുതലാണ്. മൈലേജ് വൈസ് നോക്കുക ചെയ്യരുത്. 8-12 ഒക്കെ കണ്ടാൽ മതി അല്ലേ മാക്സിമം. ഓക്കെ. ലോണ് ഫുള്ള് കിട്ടാൻ? ലോണ് ഫുൾ 8 ലക്ഷം രൂപയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ഒരു പ്രൊഫൈലുള്ള ആളാണെങ്കിൽ കിട്ടും. ഒരു 50,000 എന്തായാലും നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ഫുൾ ലോൺ ആവും. ചിലപ്പോൾ അതന്നെ, ചിലപ്പോൾ നമ്മളുടെ ഇതനുസരിച്ചിട്ട് കിട്ടും. മഹീന്ദ്ര ഥാർ KL 33 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ചങ്ങനാശ്ശേരി. 2021 ആണ്. ഓക്കെ. 21 പെട്രോൾ ഓട്ടോമാറ്റിക് 4x4. 4x4 ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. കിലോമീറ്റർ വന്നിട്ട് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. ടയേഴ്സ് 18,000 ഓടിയ പറഞ്ഞ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 13.50 ചോദിക്കുന്നത്. 13.5 ലക്ഷമാണ്. പുതിയ ധാരണ ഏകദേശം എത്ര ഉണ്ട്? പുതിയത് ഇപ്പം ഇറങ്ങുന്നത് 21 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഡീസൽ 22, 21.70
പിന്നെ എനിക്കതിന് ഇപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 20 ലക്ഷം രൂപയുടെ മുകളിലാണ് എന്തായാലും പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 13,50 നിങ്ങൾക്ക് ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 വെറും 18,000 കിലോമീറ്റർ ഓടിയ വണ്ടി അണ്ടർ വാറണ്ടിയാണ് കേട്ടോ. അണ്ടർ വാറണ്ടി ഉണ്ട്. വാറണ്ടിയിൽ നിൽക്കുന്ന ഈ ഒരു താർ കൊണ്ടുപോകാം 13 ലക്ഷം. 13 lakhs വരെ ലോൺ ചാൻസ് ഉണ്ടോ? ഈസി ആയിട്ട് കയറും എന്തായാലും. അടുത്തത് ഒരു അടിപൊളി സെഡാൻ വാഹനമാണ് സ്കോഡ ഒക്ടാവിയ KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. ഏതാ മോഡൽ? 2018 LNK പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. LNK അല്ലേ? വണ്ടി എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ വീഡിയോ വരുന്നതിന്റെ പ്രമാണിച്ച് സത്യം പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്ന് എത്തിയിട്ടുള്ള വണ്ടി. ബമ്പർമേലൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാണ്ട് തന്നെ എന്തായാലും വീഡിയോയിൽ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എങ്ങനെ വന്നു അങ്ങനെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല. ക്ലിയർ ആയി കൊടുക്കാം. പിന്നെ ഓക്കെ, പിന്നെ 50,000 ഓടിയിട്ടുള്ളൂ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. പെട്രോൾ ഓട്ടോമാറ്റിക് LNK ആണ്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഡോക്ടർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് തിരുവനന്തപുരത്ത്. ഡോക്ടറൊക്കെ നമ്മൾ പണ്ടേ ഒഴിവാക്കിയതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? 14,50 ചോദിക്കുന്നത്. പുതിയ ഇതിൽ മൊത്തം മാറിയിട്ടുണ്ട്. ഷേപ്പ് മൊത്തത്തിൽ മാറി. പുതിയതിന് ഏകദേശം 40 ലക്ഷം രൂപ അടുത്ത് വില വരുന്നുണ്ട്. അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോണ് ഫുള്ളൊക്കെ തന്നെ കിട്ടും. കസ്റ്റമർ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, 10 ലക്ഷം രൂപയുടെ മുകളിൽ 12-13 ഒക്കെ എന്തായാലും കിട്ടണം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ വലുതിൽ നിന്ന് നമ്മൾ ചെറുതിലേക്ക് വന്നു, ചെറിയ സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. സോണറ്റ് കിയ GT ലൈൻ ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ്. സീറ്റ് വെന്റിലേഷനും വയർലെസ് ചാർജറൊക്കെ വരുന്നത് 2020 ഡീസലോ പെട്രോൾ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. അതെ, അത് ഒരു പെട്രോൾ വണ്ടി ഓടുന്ന ഓടിയിട്ടുള്ളൂ അല്ലേ? സിംഗിൾ ഓണറാണ്. ഞാനിപ്പോ റീസെന്റ് ചെയ്ത സോണറ്റ് ഒക്കെ 80,000 ഒക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഡീസൽ സ്വതവേ എല്ലാവരും ഓടാൻ വേണ്ടി തന്നെ എടുക്കുന്നത്. പിന്നെ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഓട്ടം 18-20 എന്തായാലും കിട്ടും. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. അതെ. ഓക്കെ, വാറണ്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? വാറണ്ടി കഴിഞ്ഞു, എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പ് എൻ്റെ സോണറ്റാണ്, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 11.35 ആണ്. 11 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 11 ലക്ഷം. പുതിയ ഏകദേശം അറിയാം എത്ര? പുതിയതിന് GT ലൈനിന് 18 താഴെയുണ്ട്. 17-നും 18-നും ഇടയിലാണ് പുതിയ വണ്ടിയുടെ വില GT ലൈനിന്. പക്ഷെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പുതിയ മാറിയിട്ടുണ്ട്, മൊത്തത്തിൽ ഷേപ്പൊക്കെ മാറി. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? അന്നും ഏകദേശം അത്രയും വില ഉണ്ട്. 17 ലക്ഷം രൂപയുടെ അടുപ്പിച്ച് വില ഉണ്ട്. അന്നത്തെ വിലയുണ്ട്. ഓക്കെ, അപ്പോൾ 11 ലക്ഷം ഫൈനൽ റേറ്റിന് ഫുൾ ഓൺ കിട്ടും. ഫുള്ളോ 10 ലക്ഷം രൂപ എന്തായാലും ലഭിക്കും. 10 ലക്ഷം. ഓക്കെ, അടുത്ത വണ്ടി. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്യുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു വാഹനമാണ് ഈ ഒരു നെക്സോൺ EV എന്ന് പറയുന്നത്. ഓക്കെ, KL 81 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2021 ആണ്. ഇതിൻ്റെ എന്താ പറയുക, 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏറ്റവും കൂടിയ വേരിയന്റ് ആണ്. ഏതാ റേഞ്ച് ഏതാ വരുന്നത്? റേഞ്ച് അന്ന് ശരിക്കും പറഞ്ഞ ഒറ്റ റേഞ്ചോ, അന്ന് 400 കിലോമീറ്റർ പറയും, ഒരു 300 കിലോമീറ്റർ വരെയും കിട്ടുള്ളൂ. മാക്സ് വരുന്നത് 2022-ലാണ്. 22. ഓക്കെ, ഇത് 2021 ആണ്. ഓക്കെ, 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. നീറ്റാണ് വണ്ടി, ഒന്നും ചെയ്യാനോ ഒന്നുമില്ല. ഓക്കെ, വാറണ്ടി വരുന്നത് വെച്ചാൽ 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം. 8 വർഷം അങ്ങനെയാണ്. 1,60,000 കിലോമീറ്റർ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ആണ് ഇപ്പോഴും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ, ടയർ ഭാഗങ്ങളും എല്ലാം ഓക്കെ ആണ്. ക്ലെയിം കാര്യമൊന്നുമില്ല. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ഇത്? നമ്മൾ 9,80,000 രൂപയാണ് ചോദിക്കുന്നത്. 9.80 2021 EV നിങ്ങൾക്ക് കൊണ്ടുപോകാം. വെറും 45,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിക്കാം. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ അല്ല, 8 ലക്ഷം രൂപ 8.5 ലക്ഷം രൂപയ്ക്ക് എന്തായാലും കിട്ടും. ഇതാ ഒരു എക്കോ സ്പോർട്ട് KL 7 രജിസ്ട്രേഷൻ, ഏറ്റവും ലാസ്റ്റ് ഷേപ്പ് എക്കോ സ്പോർട്ട് അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 ആണ്. 70,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 70,000. അപ്പോൾ ഇതും നമ്മൾ പറയുന്ന റൂട്ട് തന്നെ ആ ഡ്രൈവിംഗ് കംഫർട്ട് സുഖമൊക്കെ വേണ്ടിയിട്ട് നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, കാരണം ഒരു കോമ്പാക്ട് SUV-യിൽ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു ഓട്ടോമാറ്റിക് കാർ. അതാണ്. അത്രയും ഹെവിയാണ് അല്ലേ വണ്ടി? എല്ലാം കൊണ്ടും ബോഡി വെയിറ്റും എല്ലാം നല്ല സുഖമാണ്, അടിപൊളിയാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നതിനിപ്പോൾ? 6,90,000 ചോദിക്കുന്നത്. 17 പെട്രോൾ ഓട്ടോമാറ്റിക് 6,90,000 കിലോമീറ്റർ. എത്രയാണ്? 70,000 മുകളിലായിട്ടുണ്ടാവും. ഓക്കെ, ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സിംഗിൾ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരു 5-5.25 ലോൺ എന്തായാലും കിട്ടും. അടുത്തത് ഒരു 7 സീറ്റർ KL 85 രജിസ്ട്രേഷൻ വരുന്ന കിയ കാരൻസ് ആണ്. ഇപ്പോൾ പേരൊക്കെ മാറി ക്ലാവിസ് ആക്കി അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
പ്രസ്റ്റീജ് പ്ലസ് ആണ് ഇതിന്റെ വേരിയന്റ്. ഓക്കെ, പ്ലസ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതെ അതെ, ഡീസൽ മാനുവൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്, അണ്ടർ വാറണ്ടിയാണ്. അതുപോലെ പാക്കേജും അവരെടുത്തിട്ടുണ്ട്, സർവീസ് പാക്കേജ് എടുത്തിട്ടുണ്ട്. ഓക്കെ, വാറണ്ടി ഇപ്പോൾ എത്ര വരിക? വണ്ടി വാറണ്ടി 27 വരെ ഉണ്ടാവും, 2027 വരെ 5 വർഷത്തേക്ക് എടുത്തിട്ടുണ്ട്. സർവീസ് പാക്കേജ് എത്ര വരെ ഉണ്ട്? സർവീസ് പാക്കേജും ഈ 5 ഇയറിലുള്ള തന്നെയാണ്. 5 ഇയറിൽ ഉണ്ട്. അപ്പോൾ 5 ഇയേഴ്സ് കിട്ടുന്നത്, 5 ഇയേഴ്സ് കിട്ടുന്നതാണ് സർവീസ് പാക്കേജ് എന്ന് വെച്ചാൽ. സർവീസ് നമ്മൾ പൈസ ഇറവാക്കേണ്ട ആവശ്യം വരില്ല, അതായിരിക്കണം, അങ്ങനെ തന്നെയാണ് അത്. ഓക്കെ, അപ്പോൾ 5 വർഷത്തേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 30,000 ആണ്. 40,000 ചെയ്യാം, 50,000 ചെയ്യാം, 60,000 ചെയ്യാം, 70,000 ചെയ്യാം, 80,000 ചെയ്യാം. അങ്ങനെ 5 സർവീസ് ഉണ്ടാവും ചിലപ്പോൾ, ഇല്ലെങ്കിൽ വർഷാവർഷം ചെയ്യാം, അങ്ങനെ ആയിരിക്കും. ഓക്കെ, എന്തായാലും കുറച്ച് കാലം ഫ്രീ ആയിട്ട് കൊണ്ട് നടക്കാം. എന്തായാലും നമുക്ക് ഒരു പൈസയുടെ ചെലവ് വരില്ല, പെട്രോൾ അടിച്ചിട്ട് കൊണ്ടു നടക്കാന്നുള്ള ഒരു കണ്ടീഷനിലാണ്, വേറൊന്നുമല്ല. ഓക്കെ, എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? 12,75 ചോദിക്കുന്നത്. 12.25 ലക്ഷം, 2022 മോഡൽ, അണ്ടർ കമ്പനി വാറണ്ടി വരുന്ന വണ്ടി. ഒരു 11.5 ലോൺ വരും എന്തായാലും കയറും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, മൈലേജ് എങ്ങനെ പോയാലും ഒരു 17-18 സുഖമായിട്ട് കിട്ടും. പെട്രോൾ ഡീസലാണ്, ഡീസൽ മാനുവലാണ്. സോറി, 20-അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡീസൽ മാനുവലാണ്. ഡീസൽ മാനുവലാണ്. ഞാൻ പെട്രോൾ എന്ന് പറഞ്ഞു, അറിയാണ്ട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മിസ്സിംഗ് ആയിരുന്നു, ഡീസൽ മാനുവലാണ്. ഡീസൽ ആണെങ്കിൽ നല്ല മൈലേജ് ഉണ്ടാവും. 7 സീറ്ററിൽ അത്രയും മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ഇതും എർട്ടിഗയാണ്, രണ്ടും അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇന്ന് കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചാൽ കിട്ടാത്തൊരു കുതിരയാണല്ലേ ഇത്. ക്രൂസ്, ഷെവർലെ ക്രൂസ്, KL7 രജിസ്ട്രേഷൻ വാഹനമാണ്. ശരിക്കും ഒരു നഷ്ടം തന്നെയാണ് ഷെവർലെ പോയത്. ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായും നമ്മുടെ കയ്യിലുള്ള ഒരു ഫോർച്യൂണറായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വന്ന വണ്ടിയാണ്. എക്സ്ചേഞ്ച് വന്നതാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 ആണ്. പേപ്പറൊക്കെ റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 29 വരെ ഉണ്ടാവും. ഓക്കെ, 1,10,000 കിലോമീറ്റർ, 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ് വണ്ടി. സെക്കൻഡ് ഓണർ, 1.15 ഡീസൽ മാനുവൽ. LTZ എന്ന് പറഞ്ഞിട്ടുള്ള സൺ റൂഫ് വരുന്ന ടോപ്പ് വേരിയന്റ് ആണ്. LTZ ടോപ്പ് തന്നെ. ഓക്കെ, ഡീസൽ മാനുവൽ ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ഒരു സെഡാൻ കാറ്റഗറി അല്ലേ, പറക്ക. എനിക്ക് വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി തന്നെയാണ്. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ ആ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്ന ഒരു 10-12 വർഷമായിട്ട് പുള്ളി തന്നെ, 12 ഒന്നല്ല അതിൽ കൂടുതലായിട്ട് പുള്ളി മാത്രം ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. ഓ ശരി, ഓക്കെ. അപ്പോൾ അത്രയും വിശ്വാസം കൊടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ആള് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എല്ലാ സർവീസും പ്രോപ്പർ കമ്പനി തന്നെ ചെയ്തിട്ടുള്ള വണ്ടിയാണെന്ന് എൻ്റെ അറിവ്. അന്ന് ഇപ്പോഴും കമ്പനി, അതായത് കമ്പനി സർവീസ് ചെയ്യുന്നുണ്ടല്ല, ഷെവർലെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ല. ഷെവർലെന്റെ സർവീസ് സെന്റർ ഉണ്ട്, അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളി അങ്ങനെ പൈസ നോക്കാതെ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഈ പറഞ്ഞ പോലെ 2 ലക്ഷം രൂപ താഴെ ഒരു എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടി, അതായത് ഒരു പ്രീമിയം വണ്ടി എടുക്കുന്ന ഫീലിൽ നിങ്ങൾക്ക് ഡീസൽ ഉണ്ട്, അത്യാവശ്യം മൈലേജ് ഉണ്ട്. അതെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 1,90,000 ചോദിക്കുന്നത് നമ്മള്. 1,90,000 നോക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 1,90,000, 2029 വരെ പേപ്പറുള്ള ഡീസൽ മാനുവൽ എക്ടോ ടോപ്പ് ആൻഡ് ക്രൂസ് ആണ്. താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോണും കാര്യമൊന്നും കിട്ടൂല. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഹെക്സയാണ്, ടാറ്റ ഹെക്സ, KL63 രജിസ്ട്രേഷൻ. ഇവിടുന്ന് മുന്നേ കൊടുത്തൊരു വാഹനമാണ്. ആദ്യം പറയാനുള്ളൊരു കാര്യം, ജിതിൻ ബ്രോ വന്നിട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോയിൽ അന്നും അവസാനം കാണിച്ച കാറാണ് ഹെക്സ. ഇരിട്ടിയിലുള്ള പ്രിൻസ് എന്ന് പറഞ്ഞ സാറിനാണ് ഈ വണ്ടി കൊടുത്തത്. ഏകദേശം എനിക്ക് 3-4 മാസം ആയിട്ടുണ്ട്, 4 മാസം. അങ്ങനെ പുള്ളി ഒരു തോട്ടം മേടിച്ചപ്പോൾ പുള്ളിക്ക് ഈ ടൈപ്പ് വണ്ടി പറ്റണില്ല. അപ്പോൾ പുള്ളിക്ക് അപ്പോൾ ഒരു ഹൈലക്സ് പോലത്തെ ഒരു പിക്കപ്പ്, അങ്ങനെ ഒരു മൾട്ടി യൂസ് വന്നപ്പോൾ അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞ്, നമ്മളോട് തന്നെ അഭിപ്രായം ചോദിച്ച്. അപ്പോൾ ഞാൻ ഹൈലക്സിൻ്റെ പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചെടുക്കുമെന്ന് വെച്ച് ഞങ്ങൾ ആ വണ്ടി തിരിച്ചെടുത്ത് ഒരാഴ്ച ആയിട്ടുള്ള വന്നിട്ട് വണ്ടി. അപ്പോൾ കിലോമീറ്ററും അന്നും വളരെ ചെറിയ കിലോമീറ്റർ, അന്ന് 27 ആയിരുന്നു, ഇപ്പം 30,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി, XT മാനുവൽ, അന്നത്തെ ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടിയ വണ്ടി, സീറ്റ് വരുന്നത്. അതെ, ഓക്കെ. എന്താ പറയാ, അന്ന് വീഡിയോയിൽ തന്നെ ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. എനിക്ക് പേഴ്സണലി കോളും വന്നിട്ടുണ്ട്. ഇവിടുത്തെ നമ്പറാന്ന് മാറി വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ. ഓക്കെ, അപ്പോൾ
ഇപ്പൊ സെക്കൻഡ് ഓൺഷിപ്പ് ആണോ വണ്ടി? ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് പുള്ളിയുടെ പേരിൽ മാറി. സെക്കൻഡ് ഓൺഷിപ്പിലാണ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2017 17 XT ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഡീസൽ മാനുവൽ. എത്ര മൈലേജ് കിട്ടും പൊതുവെ? മൈലേജ് എന്തായാലും ഒരു 10, 12, 14 റേഞ്ചിലൊക്കെ. ഇന്നോവ റേഞ്ച് ഒക്കെ ഉണ്ടാവും. ലോങ്ങിലൊക്കെ പോകുമ്പോൾ ഒരു 14 വരെയൊക്കെ കിട്ടും. 7 സീറ്റ് ആണല്ലേ? 7 സീറ്റ് ആണ് വണ്ടി. 7 സീറ്റ്. ലെതർ സീറ്റ്, നല്ല ഇന്റീരിയർ ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ലക്ഷറി വണ്ടി എനങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം, അത്രയും ക്ലിയർ ആണ് വണ്ടി. ഓക്കെ, അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? 950 ചോദിക്കണത്. 9.5 ലക്ഷം നമ്മൾ കൊടുത്തതിന്റെ പേരിൽ പുള്ളിയുടെ നമ്മൾ ബൈബാക്ക് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. കാരണം അവരോടും നമ്മളുടെ കസ്റ്റമറോടും എല്ലാവരോടും പറയാനുള്ളത് യാതൊരുവിധ പേടിയും വേണ്ട. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന വാഹനങ്ങളാണ്. നിങ്ങളിപ്പോൾ ഇനി ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് ബൈബാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ തിരിച്ചു മേടിക്കും. അതല്ല ഇനി വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും TG7 ഭാഗത്തുനിന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതും പഠിക്കേണ്ട ആവശ്യമില്ല. 9.5 ലക്ഷത്തിന് ഇത് കൊണ്ടുപോകാം. ലോൺ എത്ര കയറിയില്ല? ലോൺ എന്തായാലും പുള്ളിക്ക് ചെയ്തത് 8,50,000 രൂപ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. ഒരു 8 ലക്ഷം ഒക്കെ കയറിയിരിക്കും. എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും താല്പര്യമായിട്ട് വിളിക്കാം. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാത്രമല്ല വേറെ വാഹനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് കാറ്റലോഗ് ഉണ്ട്, ആ നമ്പറിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 2 നമ്പർ കൊടുക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴത്തെ നമ്പറിലേക്ക് വിളിക്കാം അല്ലേ? 2 നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാന്ന് നിങ്ങളുടെ ലൈക്ക് ചെയ്ത് കമൻസ് രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ.